ഹായ് വെൽക്കം ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഡു വി ലുക്കപ്പ് ഇൻ മൾട്ടിപ്പിൾ ഷീറ്റ് ഇൻ സിംഗിൾ സ്റ്റെപ്പ്. നമ്മൾ വി ലുക്കപ്പ് ചെയ്യാറുണ്ട്, സിംഗിൾ ഷീറ്റിലൊക്കെ വി ലുക്കപ്പ് ചെയ്യാറുണ്ട്. ചില സിറ്റുവേഷനിൽ നമുക്ക് മൾട്ടിപ്പിൾ ഷീറ്റിൽ ഒരേ സമയത്ത് വി ലുക്കപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. ഇപ്പോൾ നമുക്കൊരു സാലറി ഫയലാണ് വിചാരിക്കാം. ഓക്കെ, ഈ സാലറി ഫയലിൽ നമുക്ക് ബേസിക് സാലറി ഉണ്ട്, അതുപോലെ പി എഫ് കോൺട്രിബ്യൂഷൻ, പി എഫ് ടു എംപ്ലോയർ, വെൽഫെയർ ഫണ്ട്, ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ഫയൽ വേണ്ടി വരാറുണ്ട്. ഒരു ബേസിക് സ്ട്രക്ചറിൽ നിന്ന് സെപ്പറേറ്റ് ഫയൽ നമുക്ക് ആവശ്യം വരാറുണ്ട്. ഈ സെപ്പറേറ്റ് ഫയലിലേക്ക് നമുക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടി വരുമ്പോൾ അതിനൊരു മൾട്ടിപ്പിൾ ഷീറ്റിലായിരിക്കും നമ്മൾ റിപ്പോർട്ട് കൊടുക്കുക. നമുക്കതിന് ഒരു വി ലുക്ക് മിക്കവാറും നമ്മൾ ചെയ്യുക ഓരോ ഫയലിലേക്കും വി ലുക്കപ്പ് ചെയ്തിട്ടാണ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാറ്. നമുക്ക് ഇവിടെ ഒരു സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊറ്റ വൺ സിംഗിൾ ടൈമിൽ തന്നെ നമുക്ക് വി ലുക്കപ്പ് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഏതൊക്കെ ഷീറ്റാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ മാത്രം കോപ്പി എടുക്കുക, ട്രാൻസ്പോസ് ചെയ്തിട്ട് അതിന് നമുക്ക് നമ്പർ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു സീരിയൽ നമ്പർ കൊടുക്കുന്നത് ജസ്റ്റ് നമുക്ക് വി ലുക്കപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഹെൽപ്പ് മെത്തേഡിന് വേണ്ടിയാണ് ഈ നമ്പർ കൊടുക്കുന്നത്, സീരിയൽ നമ്പർ ആയിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത് അതിൻ്റെയൊക്കെ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് പി എഫിൻ്റെ വേണം, അതേപോലെ പി എഫ് ടു എംപ്ലോയർ, എംപ്ലോയി, അങ്ങനെ നമുക്ക് എത്ര ഷീറ്റ് വേണം അത്രയും ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഈ ഷീറ്റെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ഇതെല്ലാം റീനെയിം ചെയ്യുക. ഇപ്പോൾ നമുക്ക് റീനെയിം ചെയ്യാൻ സാധിക്കും. ഓരോന്ന് കോപ്പി ചെയ്തിട്ട് ഓരോ പേര് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഇതെല്ലാം നമുക്ക് എല്ലാ പ്രാവശ്യം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് റിപ്പോർട്ട് കാണിക്കും. ഇതുപോലെ തന്നെ നമുക്ക് സെയിൽസ്മാൻ്റെ ടാർഗറ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതുപോലെ ഓരോ ഇതിനും നമുക്ക് മൾട്ടിപ്പിളായിട്ട് നമുക്ക് വി ലുക്കപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിത് കോപ്പി ചെയ്ത് ഓരോ ഷീറ്റും ക്രിയേറ്റ് ചെയ്യണത്. ടാക്സ് കോപ്പി ചെയ്യണം, ഷീറ്റിൽ പേസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ESI, ബാങ്കിലേക്കുള്ള എമൗണ്ട്, ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ഷീറ്റിലേക്ക് കോപ്പി ചെയ്യേണ്ടി വരാറുണ്ട്. നമുക്ക് നമ്മുടെ ഡെയിലി വർക്കിംഗ് എല്ലാ മന്ത്ലി ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. അതുപോലെ പലപ്പോഴും ഡെയിലി നമുക്ക് ഇതുപോലെ ചില മൾട്ടിപ്പിൾ ഷീറ്റിൻ്റെ ഓപ്ഷൻ വരാറുണ്ട്. ഷീറ്റ് 6 പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എല്ലാ ഇതിൻ്റെയും കോപ്പി വേണം. ഇന്ന് ഇതിലെല്ലാത്തിലും വേണ്ട ഒരു കോമൺ ആയിട്ടുള്ള വേണ്ട ഡാറ്റ പറഞ്ഞാൽ എംപ്ലോയി ഐഡിയും എംപ്ലോയി നെയിമും ഡെസ്റ്റിനേഷനും അക്കൗണ്ട് നമ്പറും. ഈ 4 കോളം നമുക്ക് എല്ലാ ഷീറ്റിലും വേണം. നമ്മളിതിനെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഷീറ്റിനും Ctrl+ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ ഷീറ്റിനും സെലക്ട് ചെയ്യുക. കാരണം ഒരേ സൈമിൾട്ടേനിയസ്ലി എല്ലാ ഷീറ്റിനും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് കാണാം ഓരോ ഷീറ്റിലും. ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാ ഷീറ്റിലും ഓട്ടോമാറ്റിക് പേസ്റ്റ് ആയിട്ടുണ്ടാവും ഈ ഡാറ്റ. ഇനി ഇതേ സിനാറിയോയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഡി കോളത്തിൽ, ദാറ്റ് മീൻസ് നമ്മൾ D6 വി ലുക്ക് ഫോർമുല ടൈപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഓൾറെഡി മൾട്ടിപ്പിൾ നിങ്ങൾക്ക് കാണാം, മൾട്ടിപ്പിൾ ഷീറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇവിടെ കൊണ്ട് വി ലുക്ക് ഫോർമുല റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വി ലുക്കപ്പ് വാല്യൂ ആയിട്ട് അഭിമന്യു എംപ്ലോയി ഐ ഡി എടുക്കുന്നു, ടേബിൾ അറേ ആയിട്ട് എടുക്കുന്നത് നമ്മുടെ മാസ്റ്റർ ഫയലാണ്. നമ്മൾ ഓൾറെഡി സാലറി വർക്കൗട്ട് ചെയ്തിട്ടുള്ള മാസ്റ്റർ ഫയൽ ഫുൾ ഫയൽ നമ്മൾ ടേബിൾ അറേ ആയിട്ട് എടുക്കുന്നു. ടേബിൾ അറേ എടുത്തു കഴിഞ്ഞാൽ ഈ ടേബിൾ അറേ ഫുൾ കോളം എടുക്കുന്നത് വെച്ചാൽ നമുക്ക് എല്ലാ കോളം ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് പി എഫ് എംപ്ലോയി ആവശ്യമുണ്ട്, എംപ്ലോയർ ആവശ്യമുണ്ട്, അതുപോലെ വെൽഫെയർ എല്ലാ ഡിവിഷനിലേക്കും നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കോമൺ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ഇതിൽ കാണാം, നമ്മൾ മുമ്പ് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എംപ്ലോയി 9 ആണ്, 0. ദാറ്റ് മീൻസ് ഇപ്പോൾ എംപ്ലോയിയുടെ വാല്യൂ കിടക്കുന്നത് പി എഫ് എംപ്ലോയി ഫ്രം എംപ്ലോയി കിടക്കുന്നത് 9th കോളം ഇൻഡെക്സിലാണ്. അതുകൊണ്ട് 9 സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ സെലക്ഷൻ റിലീസ് ചെയ്യണം. ദാറ്റ് മീൻസ് നമ്മൾ ഇപ്പോൾ ആ ഡ്യൂപ്ലിക്കേറ്റ് സെലക്ട് ചെയ്തിട്ടുള്ളതൊക്കെ റിലീസ് ചെയ്യുക. അതിന് നമ്മൾ വേറൊരു ഷീറ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഒന്ന് നമ്മുടെ മാസ്റ്റർ ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ സെലക്ഷൻ റിലീസായി. പക്ഷേ ഈ വി ലുക്കപ്പ് വാല്യൂ എല്ലാ ഷീറ്റിലും കാണാം. നമ്മളിപ്പോൾ പി എഫ് ടു എംപ്ലോയറിൽ പോയാലും കാണാം, ഇതിൻ്റെ കാണാം. ഇത് ഒരേ കോളം ഞാൻ ഇപ്പോൾ പി എഫ് എംപ്ലോയി ഞാനിവിടെ പേസ്റ്റ് സ്പെഷ്യൽ കൊടുത്ത് എൻ്റെ ഫോർമുല റിമൂവ് ചെയ്യാണ്. ഇനി ഇവിടെ പി എഫ് ഫ്രം എംപ്ലോയറിൽ വന്നിട്ട് ഞാൻ ഇവിടെ ഫോർമുലയിൽ ചേഞ്ചസ് വരുത്താണ്. കാരണം 10th കോളത്തിലാണ് ഓപ്ഷൻ കിടക്കുന്നത്. അപ്പോൾ 10 ടൈപ്പ് ചെയ്ത്
10th ഇൻഡെക്സിലാണ് കിടക്കുന്നത്. ഇത് കൺട്രോൾ ഡി ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഫോർമുല റിലീസ് ചെയ്യാം. ഫോർമുല റിലീസ് ചെയ്തെങ്കിലും കുഴപ്പമില്ല, ഫോർമുല റിലീസ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ വെൽഫെയർ ഫണ്ടിനും 11th എടുക്കാം. ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിളായിട്ട് നമുക്ക് എത്ര ഷീറ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഒരേ സമയത്ത് തന്നെ ഒറ്റ ഇതിൽ തന്നെ ഫോർമുല റൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഏരിയ ദാറ്റ് മീൻസ് പ്രൊഫഷണൽ ടാക്സ് ആണെങ്കിൽ അതിൻ്റെ സീരിയൽ നമ്പർ എത്രയാണോ അത് ഇട്ട് കൊടുക്കുക. അതേപോലെ ESIയുടെ സീരിയൽ നമ്പർ എത്രയാണോ അത് ഇട്ട് കൊടുക്കാം. ദാറ്റ് മീൻസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എത്ര ഡാറ്റ വേണമെങ്കിലും മൾട്ടിപ്പിൾ ഷീറ്റിൽ നമുക്ക് VLOOKUP ചെയ്യാൻ സാധിക്കും. സോ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പല സിനാരിയോയിലും ഇത് ആവശ്യമായി വരാറുണ്ട്. പലപ്പോഴും ഈ ഇതുപോലെ സെയിൽസ്മാൻ ബേസ് ടാർഗറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ സിംഗിൾ ഷീറ്റിലാണ് ഫിക്സ് ചെയ്യുക. ഇതുപോലെ മൾട്ടിപ്പിൾ ഷീറ്റിലേക്ക് നമുക്ക് ഇതിനെ VLOOKUP ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് ഓരോ ടൈമിലും VLOOKUP ചെയ്യേണ്ട ആവശ്യമില്ല. വൺസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഷീറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്പർ മാത്രമേ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് എല്ലാ സിനാരിയോയിലും നമുക്ക് ഇത് ആവശ്യമായി വരാറുണ്ട്. മൾട്ടിപ്പിൾ ഷീറ്റ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാറുണ്ട്. കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ മൾട്ടിപ്പിൾ ഷീറ്റ് വെച്ച് എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫോർമുലയും നമുക്ക് 3D ഫോർമുല പോലെ റൈറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എക്സസ് സ്കിൽ കോർണറിൻ്റെ കോഴ്സ് എൻറോൾ ചെയ്യാൻ വേണ്ടി www.accesskillcorner.com വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ, ഓൾ ദി ബെസ്റ്റ്.